ഞാൻ ഇന്നിങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ, മറ്റേ വണ്ടികൾ ഇങ്ങനെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പം വണ്ടി ഇവിടെ എന്ന് വെച്ചാല്, നാട്ടിൽ എങ്ങനെയാന്ന് വെച്ചാല്, നമ്മളൊരു വണ്ടി വാങ്ങിയാല് അതിന്റെ ആ വണ്ടിക്ക് പുതിയൊരു ലൈസൻസ് പ്ലേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. വണ്ടി വിൽക്കുമ്പോൾ അതിന്റെ കൂടെ ആ ലൈസൻസ് പ്ലേറ്റും പോകും. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പം എനിക്കൊരു ലൈസൻസ് പ്ലേറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, എൻ്റെ ലൈസൻസ് പ്ലേറ്റ് KL10 SR666 ആണ് വിചാരിക്കുക എൻ്റെ ലൈസൻസ് പ്ലേറ്റ്. ഇതൊന്നും ഞാൻ മേടിക്കോട്ടെ നാട്ടിലെത്തിയാല്. ഇവിടെ വെക്കാം. ഇവിടെ KL10 SR666 ആണ് എൻ്റെ നമ്പർ പ്ലേറ്റ് വിചാരിക്കുക. അപ്പൊ ഞാൻ വണ്ടി സെല്ല് ചെയ്യുമ്പോൾ ഞാൻ ആ നമ്പർ പ്ലേറ്റ് വണ്ടി വന്ന് ഊരും. എന്നിട്ട് ഞാൻ പുതിയ വാങ്ങണ വണ്ടിമേൽ ആ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യും. അപ്പൊ ഈ നമ്പർ പ്ലേറ്റിന് എപ്പോഴും ഒരു ഓണർ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഞാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്പർ പ്ലേറ്റ് അടക്കം വിൽക്കാം. അല്ലെങ്കിൽ അങ്ങനെ പറ്റുമോ? ഓക്കെ, അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് അടക്കം വിൽക്കാം. അപ്പം ഞാൻ ഇന്നിങ്ങനെ കാണുമ്പോൾ, അതായത് ഇവന്റെ അടുത്ത് ആദ്യം ഒരു ഹോണ്ട സിവിക് ആയിരുന്നു. അപ്പൊ സിവിക്കിന്റെ നമ്പർ പ്ലേറ്റ് ആണ് ഇവരെ പുതിയ വണ്ടിമേലുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇവർക്ക് വേറൊരു വണ്ടി ഉണ്ട്, എക്ലിപ്സ് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, മറ്റേ ഇവരെ ഫസ്റ്റ് ഇവന്റെ വണ്ടി നിർത്തി ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് ഇവരെ വണ്ടി. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുക, ഈ നമ്പർ പ്ലേറ്റ്സിന് വല്ല ജീവനൊക്കെ ഉണ്ടെങ്കിൽ ഈ എക്ലിപ്സിന്റെ നമ്പർ പ്ലേറ്റ് ഈ ഇവരെ പുതിയ വണ്ടിമുള്ള നമ്പർ പ്ലേറ്റിനോട് പറയുണ്ടാവും, എവിടെ ഉണ്ടായിരുന്നു സിവിക്ക് വരെ നമ്പർ പ്ലേറ്റ് ഉണ്ടായില്ല. അപ്പൊ ഈ അന്ന് എക്ലിപ്സ് ആ സുപ്രീമസി. അപ്പൊ എക്ലിപ്സിന്റെ നമ്പർ പ്ലേറ്റ് ഇവരോടൊക്കെ പറയും, എവിടെ ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ ഉള്ളൂല്ലോ ലൈഫ്, ഒരു നിമിഷം മതി ലൈഫ് മാറി. ഞാൻ ആലോചിക്കായിരുന്നു. കോടി.